ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിൽ വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. തപാൽ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷമായിരിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണുക. 3 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന വയനാട് മണ്ഡലത്തിൽ 3 കേന്ദ്രങ്ങളിലായാണ് നാളെ വോട്ടെണ്ണൽ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ക്രമീകരണങ്ങൾ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി, NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് എന്നിവർ നാളെ മണ്ഡലത്തിലെത്തും. എന്നാൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി നാളെ വയനാട്ടിലില്ല. പാലക്കാട് വോട്ടെണ്ണൽ കേന്ദ്രമായ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിൽ വിലയിരുത്തി. 1,37,302 പേരാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ, LDF സ്ഥാനാർത്ഥിയായി P സരിൻ, NDA സ്ഥാനാർത്ഥിയായി C കൃഷ്ണകുമാർ എന്നിവരാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങൾ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായി. ആകെ 19 ടേബിളുകളാണ് വോട്ടെണ്ണലിനായി തയ്യാറാക്കിയിട്ടുള്ളത്. 5 VVPAT മെഷീനുകളിലെ സ്ലിപ്പുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനും ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. വോട്ടെണ്ണൽ പ്രക്രിയ പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയായി. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും നാളെ നടക്കും. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ നാളെയാണ്. മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നത്തിൽ പരിഹാരം കാണാനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ തീരുമാനമായി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായിരുന്ന CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലാണ് കമ്മീഷൻ. 3 മാസത്തിനുള്ളിൽ കമ്മീഷൻ നടപടികൾ പൂർത്തീകരിക്കണമെന്നാണ് സർക്കാർ കാണുന്നതെന്ന് നിയമ വ്യവസായ മന്ത്രി P രാജീവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആരെയും കുടിയൊഴിപ്പിക്കാതെ തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഭൂമിയിൽ കൈവശാവകാശമുള്ള ആരെയും ഒഴിപ്പിക്കില്ലെന്ന് മന്ത്രി P രാജീവ് അറിയിച്ചു. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനുള്ള സർക്കാർ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് മുനമ്പം സമരസമിതി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം മുൻപ് തന്നെ പരിശോധിച്ചതാണെന്നും വീണ്ടും പരിശോധിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സമരസമിതി പറഞ്ഞു. സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സമരക്കാർ മുനമ്പത്തെ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മുനമ്പം ഭൂമി വിഷയത്തിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജ് നൽകിയ അപ്പീൽ ഹർജി പരിഗണിക്കുന്നത് ഡിസംബർ 6 മാറ്റിവെച്ചു. വഖഫ് ട്രിബ്യൂണലാണ് കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. പത്തനംതിട്ട ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ 3 സഹപാഠികളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അലീന ദിലീപ്, AT അക്ഷിത, അഞ്ജന മധു എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരൻ ഓംചേരി NN പിള്ള അന്തരിച്ചു. 100 വയസ്സായിരുന്നു. ഡൽഹിയിലെ ആശുപത്രിയിൽ ഇന്ന് ഉച്ചതിരിഞ്ഞായിരുന്നു അന്ത്യം. പ്രതിഭാധനനായ നാടകകൃത്തായ അദ്ദേഹം കേരളീയ സംസ്കാരത്തെ ദേശീയ തലത്തിലെത്തിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, പ്രഥമ കേരള പ്രഭ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങളും ഓംചേരിയെ തേടിയെത്തി. വൈക്കം സ്വദേശിയായ അദ്ദേഹം 76 വർഷത്തിലേറെയായി ഡൽഹിയിലായിരുന്നു താമസം. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ഡൽഹി ആകാശവാണി, പബ്ലിക്കേഷൻ ഡിവിഷൻ, IIMC എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഓംചേരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഇന്റർനാഷണൽ കോ ഓപ്പറേറ്റീവ് അലയൻസിന്റെ ജനറൽ അസംബ്ലിയും ഗ്ലോബൽ കോ ഓപ്പറേറ്റീവ് കോൺഫറൻസ് 2024 തിങ്കളാഴ്ച ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കും. ആഗോള സഹകരണ പ്രസ്ഥാനമായ ICAയുടെ യോഗം ഇതാദ്യമായാണ് ഇന്ത്യയിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 24 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 116ാം പതിപ്പാണിത്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രഭാഷണ പരമ്പരയെ ആസ്പദമാക്കി നെഹ്റു യുവകേന്ദ്രയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രശ്നോത്തരി മത്സരത്തിന്റെ അവസാനഘട്ട താലൂക്ക് തല മത്സരം ഞായറാഴ്ച പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ നടക്കും. താലൂക്ക് തലത്തിൽ വിജയിക്കുന്ന 36 കുട്ടികൾക്ക് ജനുവരിയിൽ ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നതിന് സൗജന്യമായി അവസരമൊരുക്കും. ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ദിനത്തിൽ ബാറ്റിംഗ് തകർച്ച നേരിട്ട ഇന്ത്യയും ഓസ്ട്രേലിയയും. 1ാം ഇന്നിംഗ്സിൽ 150 റൺസിന് പുറത്തായ ഇന്ത്യയ്ക്ക് മുന്നിൽ ഓസീസ് ബാറ്റിംഗ് നിര പതർന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ 67 റൺസ് എടുക്കുന്നതിനിടെ ഓസ്ട്രേലിയയ്ക്ക് 7 വിക്കറ്റുകൾ നഷ്ടമായി. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവർക്ക് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നൽകിവരുന്ന പുരസ്കാരങ്ങൾ മന്ത്രി R ബിന്ദു പ്രഖ്യാപിച്ചു. ഡിസംബർ 3 സംസ്ഥാന ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് തൃശൂരിൽ നടക്കുന്ന സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും.
പാലക്കാട് കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചതായി മന്ത്രി വീണ ജോർജ്. ഇതോടെ സംസ്ഥാനത്ത് ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർന്ന ആശുപത്രികളുടെ എണ്ണം 190 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.